ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പാലിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്നത് കൊണ്ട് ബലം പ്രാപിക്കുവാൻ ആരാധനയോട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ, തളർന്നാൽ താങ്ങിയെന്നെ ഓമനിക്കും സ്നേഹരാജനല്ലേ ഈശോ, കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ, തളർന്നാൽ താങ്ങിയെന്നെ ഓമനിക്കും സ്നേഹരാജനല്ലേ ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് കാലാവസ്ഥകൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ ഉണ്ടാകുന്ന കുറേ ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങളല്ലേ. ഈ മനുഷ്യബന്ധങ്ങൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് ഭയങ്കരമാണ്. ഇപ്പം മൂഡ് ഔട്ട് എന്നൊക്കെ പറയുക, മൂഡ് ഇൻ, മൂഡ് ഔട്ട്, മൂഡ് സ്വിങ്സ് എന്ന് പറയണത്. മനുഷ്യബന്ധങ്ങൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. രാവിലെ ഉണ്ടായിരുന്ന ഒരു ആംബിയൻസ് അല്ല വൈകുന്നേരം ഉണ്ടാകുന്ന ആംബിയൻസ്. ഓരോ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ട് ആംബിയൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമുക്കങ്ങനെയുള്ളൊരു ബന്ധത്തിൻ്റെ റിലേറ്റിവിറ്റിയാണ് നമുക്ക് ഫിഡലിറ്റിക്ക് അറിയാവുന്നത്. പക്ഷേ ദൈവവുമായിട്ടുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിനക്കെന്ത് മൂഡ് സ്വിങ്സ് ഉണ്ടായാലും ദൈവത്തിന് അത് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറയണത്, നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. 2 തിമോഥെയോസ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇതാണ് സദ്വാർത്ത. ഇങ്ങനെയുള്ള 3 ലക്ഷത്തോളം വാക്കുകളാണ് ബൈബിളിലുള്ളത്. ബൈബിൾ ആകത്തുക, ബൈബിള് വായിച്ചാൽ ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ തറയപ്പിതാവിൻ്റെ പ്രശ്നം കേട്ടില്ലേ. അതായത് ബൈബിള് വായിക്കുമ്പോൾ ബൈബിള് നിങ്ങൾ കറക്റ്റായിട്ടാണ് പിതാവ് പറയണത്. നമ്മൾ ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കണില്ല, ബൈബിളിന് ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ വചനം കറക്റ്റായിട്ടാണ് നിങ്ങൾ വിശ്വസ്ത പാലിക്കുന്നതെങ്കിൽ നിങ്ങൾ തീഷ്ണമതികളാകും. ഇപ്പോൾ വേദപാഠം തന്നെ സുവിശേഷ വിഹിതമായി കഴിഞ്ഞാൽ, കാര്യം മനുഷ്യൻ്റെ വചനത്തെക്കാളുപരി മനുഷ്യൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ഒരു ബ്രില്യൻസാണ് പലപ്പോഴും വേദപാഠങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് തീഷ്ണതയില്ലാത്തത്. തീഷ്ണത വേണമെന്നുണ്ടെങ്കിൽ അത് ഇവാഞ്ചലിക്കായിരിക്കണം. കാര്യം ദൈവത്തിൻ്റെ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പം അധികാരവും ശക്തിയും എന്ന് പറയുമ്പോൾ അത് എവിടുന്നാണ് വരണത്? ഇവൻ്റെ വചനം. ഇപ്പം 4:36 നമ്മൾ കേട്ടില്ലേ, ഇവർ എന്തൊരു അധികാരമാണ്, ഇവർ എന്തൊരു ശക്തിയാണ്. അതെവിടുന്നാണ് വരണത്? അധികാരിയത എവിടുന്നാണ് വരണത്? അത് വരണത് ദൈവത്തിൻ്റെ വചനം ബൈ ഇറ്റ്സെൽഫ്. അത് പറയുന്നവരും പാലിക്കുന്നവരും എംപവർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് റോമ 1:16. ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. പറഞ്ഞ് ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ലോകത്ത് പലതരം ശക്തിയുണ്ടല്ലേ. പാർട്ടിയുടെ ശക്തിയല്ലേ. ഇപ്പോൾ പാർട്ടിയുടെ അകത്ത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകളെല്ലാം നോക്കിയാൽ തൊഴുത്തിൻ്റെ അകത്ത് തന്നെ കുത്തുന്നത് കാണിക്കാം, പാർട്ടിയുടെ അകത്ത് തന്നെ പട നയിക്കുന്നത് കാണാം. അപ്പോൾ അത് ശൈഥില്യം വരണതാണ്. എന്ത് വരണത്? ഇങ്ങനെ സിസ്റ്റം എങ്ങനെയാണ്? ഈ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഉള്ള ഇത് തുടങ്ങിയ ആൾക്കാർ തന്നെ പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. സിസ്റ്റത്തിൽ തന്നെ ഫെയിലിയർ ഉണ്ടാകും. അത് കുറച്ച് കഴിയുമ്പോൾ, ഒരു ടൈം കഴിയുമ്പോൾ അകത്തുള്ള ഫെയിലിയർ പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ സിസ്റ്റം ഡിസ്റെഗുലേറ്റ് ആയി പോണതില്ല. അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ സ്വാഭാവികമായിട്ട് കാലത്തിൻ്റെ ഒരു രീതിയിലൊരു സെക്കൻഡ് കമ്മിങ് ഇങ്ങനെ വരും. എല്ലാ സിസ്റ്റത്തിനും ഒരു സെക്കൻഡ് കമ്മിങ് ഉണ്ടാവും. അകത്ത് തന്നെ ശൈഥില്യം ആരംഭിക്കും. സഭയ്ക്കും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശൈഥില്യം ആരംഭിക്കും. വിശ്വാസത്തിനും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ്. ശൈഥില്യം അകത്തും തന്നെ ഉണ്ടാകും. ഫെയിലിയർ എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്.
ഇവനെ അടക്കി ഒതുക്കി നിർത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്ത പാലിച്ച് പോകാനുള്ള ഒരു കഴിവ് കൂടിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം. ആരാധന ഹല്ലേലൂയ. ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. ഈ ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തയുടെ ഭാഗമായിട്ടാണ് എന്ത് കൊണ്ടാണ് ഈ അഡ്ഹേസീവ് പവർ, ചേർന്ന് നിൽക്കുക, ഒട്ടി നിൽക്കുക, അല്ല അഡ്ഹേസീവ് പവർ എന്താണ് ശരിക്കും പറഞ്ഞാൽ? അത് ദൈവസ്നേഹമാണ് ശരിക്കും. ഉടമ്പടി ഇല്ലാത്തവർ, ഉടമ്പടിയിൽ ഉള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് ഇങ്ങനെ ശൈഥില്യം സംഭവിക്കുന്നതിൻ്റെ കാരണം വിഷയസ്നേഹമാണ്, അല്ലെങ്കിൽ വസ്തുസ്നേഹമാണ്. ഉടമ്പടി അതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ IELTS, നിങ്ങളുടെ PR, നിങ്ങളുടെ കാനഡ, നിങ്ങളുടെ പെൻഷൻ, നിങ്ങളുടെ വസ്തു വിൽപ്പന, അതിനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ ആ വസ്തു സ്നേഹമെന്ന് പറയും. അവിടെ വ്യക്തിസ്നേഹമില്ല. നിങ്ങൾ ഈ മരണം വരെ ഈ ഉടമ്പടിയുടെ കാലമെല്ലാം ആൾക്കാർ വസ്തുസ്നേഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാത്തത്. അതിനകത്ത് വ്യക്തിസ്നേഹം വരണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ചേർന്ന് നിൽക്കുക, ചിതറി നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ടിന്, ഒന്ന് ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തത, ചിതറി നിൽക്കുന്നത് അവിശ്വസ്തത എന്ന് പറയും. അപ്പോൾ ചേർന്ന് നിൽക്കുന്ന അഡ്ഹേസീവ് പവർ എന്താണ്? അത് വ്യക്തിസ്നേഹമാണ്. ആരോട്? ദൈവത്തോടുള്ള വ്യക്തിസ്നേഹം. എന്തിനാണ് നീ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ശ്വാസത്തിൽ പറയണം, ദൈവത്തെ സ്നേഹിക്കാൻ. ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളാണ്, പക്ഷേ ഇപ്പോഴൊരു ഉത്തരവാദിത്വത്തോടെ. ഇപ്പോൾ പേരൻറ്ഹുഡ് പല രീതിയിലില്ലേ? പേരൻറ്ഹുഡ്, ഒരു കുഞ്ഞ് വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ അടുത്തത് പ്രഗ്നൻ്റ് ആകണമെങ്കിൽ നിരുത്തരവാദിത്തരമായ ജന്മമാണത്. ഒരു കുഞ്ഞ് വളർന്നാലും മുലകുടി മാറുന്ന 3 മാസമായപ്പോൾ തന്നെ അമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിന് ഇറസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുലകുടി മാറാത്ത കുഞ്ഞിനെ കെയർ ചെയ്യാതെയാണ് വീണ്ടും മാതാപിതാക്കന്മാർ വീണ്ടും അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കണമെങ്കിൽ എങ്കിൽ പുറത്തുള്ള ആൾക്കാർ അതിനെ പറയണത് ഇറസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറയും. ആ കുഞ്ഞിന് മുലകുടി മാറി അതിന് 2 കൊല്ലമൊക്കെ മുലകുടി കുടിച്ച് അത് തന്നെ നിൽക്കാൻ കഴിയുമ്പോൾ അടുത്ത കുഞ്ഞായ റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ ബോധപൂർവ്വം തന്നെ. അപ്പോൾ നമ്മളിതിന് ഈ ഉടമ്പടിയിൽ നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ റെസ്പോൺസിബിൾ ലൈഫാണോ അറിയത്തില്ല നമ്മളിങ്ങനെ. അപ്പോൾ റെസ്പോൺസിബിൾ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരും. എല്ലാവരും ദൈവം സ്നേഹിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരും. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് നന്ദി പറയുന്നു. പാടാം. സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദൈവമേ കാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഈ ദിവസങ്ങളിലെ അതായത് ശ്രീയ രജ്ജു എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം. ശ്രീയ രജ്ജുവിൻ്റെ ചേർന്ന് നിൽപ്പിൻ്റെ ബയോളജി ഭയങ്കര ഹൃദ്യമാണ്. ശ്രീയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നോൺ ക്രിസ്ത്യൻ ലേഡി. അവർക്ക് ആ കുഞ്ഞിന് അധികം വയസ്സില്ല, 22 വയസ്സ് 23 വയസ്സ് കാണുമായിരിക്കും. പക്ഷേ ഇവരുടെയൊക്കെ തങ്കം പോലുള്ള വാക്കുകളാണ് വായിന്ന് വരുന്നത്. അവരെന്നാ പറയണമെന്ന് അറിയാമോ? അവർ പറയും, ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി ഞാൻ കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും. അതെന്തിനാ പറയാൻ? അപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്, വീട് പണിപ്പോൾ മുക്കാലായി. ഇപ്പോൾ ഇവിടെ പറയണത്, ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും. അവൾ ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥല എടുത്തെങ്കിലും അവൾക്ക് ബോധമുണ്ട് ഇത് കർത്താവിലേക്കാണ് പോകണമെന്നുള്ളത്. അത് ക്ലിയർ അല്ലേ? അപ്പോൾ എന്നിട്ട് അവളെ തന്നെത്താൻ പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ ഈ കർത്താവിന് വേണ്ടി മുറി കൊടുക്കണമെന്ന് അറിയാമോ? ആൾക്കാർ എന്നോട് ചോദിക്കും, ഞാനൊരു നോൺ ക്രിസ്ത്യൻ അല്ലേ, എന്തിനാണ് എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പടം വെച്ചിരിക്കണമെന്ന് ആൾക്കാർ ചോദിക്കത്തില്ലേ? അങ്ങനെ ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കാനാണെന്ന്. എന്തിനാണ്?
അപ്പോൾ ഞാൻ കർത്താവിനെ കുറിച്ച് അവരോട് പറയും, ഈ വീട് എനിക്ക് കർത്താവ് തന്നതാണെന്ന്. എന്തൊരു ദൈവസ്നേഹമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഇപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൈൻ മനസ്സിലായില്ലേ? എത്ര പെട്ടെന്നാണ് ഈ ആൾക്കാർ ചേർന്നങ്ങടെ നിൽക്കണത്. കർത്താവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുകയല്ലേ, സ്നേഹത്തിൽ താൻ ചേർന്ന് നിൽക്കുന്ന. അവൻ എന്നോട് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞാനവനെ മാനിക്കും. സങ്കീർത്തകൻ്റെ വലിയൊരു ദൈവാനുഭവമാണ് ചേർന്ന് നിൽപ്പ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ. എന്ന് പറഞ്ഞ് അവൻ 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 സ്നേഹത്തിൽ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സംഭവം ഈ രക്ഷയും സംരക്ഷണവും വരണത് ചേർന്ന് നിൽപ്പിന്നാണ് വരണത്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി അത് അനുഷ്ഠാനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വരണ്ട അനുഷ്ഠാനങ്ങളും വരണ്ട ആചാരങ്ങളും അനാചാരങ്ങളായി മാറും. ആചാരമില്ലേ? ഉടമ്പടി കുറേ ആചാരങ്ങളില്ലേ? ഉടുപ്പിടുമ്പോഴൊരു ആചാരമുണ്ട്, ഉടമ്പടി തൈലം തേക്കുമ്പോഴൊരു ആചാരമുണ്ട്, ഇല്ലേ? ഉടമ്പടി തൈലം എടുത്ത അപ്പം തന്നെ ആചാരം ചെയ്യും. ഈ ആചാരം അർത്ഥം അറിയാതെ ചെയ്താൽ എന്ത് പറ്റും? ആചാരത്തിന് എന്ത് പറ്റും? അതിനാണ് അനാചാരം എന്ന് പറയണത്. അർത്ഥം അറിയാതെ ആചാരം ഒത്തിരി പേർക്ക് ചെയ്യുവേ, എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാരെ കാട്ടിക്കൂട്ടുന്നു. അർത്ഥം അറിയാതെ ചെയ്യുന്ന ആചാരങ്ങൾക്ക് എന്താ വിചാരിക്കണത്? പറയണത് അനാചാരം എന്ന് പറയും. ഉടമ്പടി പല ആൾക്കാരും അനാചാരമായിട്ടാണ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യണമെന്ന് അവർക്ക് ബോധമില്ല. അനാചാരം എന്ന് പറഞ്ഞ ഒരു ആചാരം എന്ന് പറഞ്ഞ ഒരു ബോധമാണ്. അർത്ഥം അറിഞ്ഞ് ചെയ്യണം. ഇപ്പം തന്നെ ഈ ശ്രീജയുടെ കാര്യം തന്നെ എടുത്ത്, ശ്രീജയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാനും വെള്ളമില്ല, തേപ്പിനും വെള്ളമില്ല. കുടിക്കാനും വെള്ളമില്ല അവിടെ. കാര്യം വെള്ളം ഇങ്ങനെ കലങ്ങിയ വെള്ളമാണ്. അത് നമുക്ക് ഒരു 10 ബക്കറ്റ് കിട്ടുമ്പോൾ കിണർ പറ്റിപ്പോവും. 10 ബക്കറ്റ് വെള്ളം കിടക്കുമ്പോൾ കിണർ പറ്റിപ്പോവും. കുടിക്കാൻ പറ്റണില്ല. ഇപ്പോൾ ഉടമ്പടി ഇരിക്കുന്ന ഒരാളിൻ്റെ ജീവിതാനുഭവങ്ങളാണതേ. അപ്പോൾ കുടിക്കാനും വെള്ളമില്ല, വീട് തേക്കാനും വെള്ളമില്ല. അപ്പോൾ അവളെന്ത് ചെയ്യും? അവൾ കൊണ്ടുവന്ന ശേഷം ഉടമ്പടി ഉപ്പെടുത്ത്, നമുക്ക് ഉടമ്പടി ഒരു ജീവിതമാണല്ലോ. ഉടമ്പടി ഇരിക്കുന്നവർക്ക്, എനിക്ക് സത്യം പറഞ്ഞ് ഇതൊക്കെ ആദ്യം ഒറ്റ ശ്വാസത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയാണ്, ഒന്നും അഡീഷൻ ചെയ്തിട്ടില്ല. ഉടമ്പടി ബുക്ക് എഴുതണ ഒരു 72 മണിക്കൂറുണ്ട്. 75 പേജ് 72 മണിക്കൂർ കൊണ്ട് എഴുതണതാണ്. അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ് ഉടമ്പടി തൈലം. ആദ്യം തേനായിരുന്നു ആദ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഉടമ്പടി തൈലത്തിന് പകരം ഞാൻ തേനെന്ന് എഴുതിയിരിക്കണത്. തേനെന്ന് എഴുതിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് തേൻ നിറച്ച ആളെ തല്ലി. അയാളെന്നെ വിളിച്ച്, അച്ഛാ ഞാൻ തേൻ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ തല്ലിയെന്ന് പറഞ്ഞ്. രതീഷാണ് അന്ന് തേൻ നിറക്കണം ആദ്യം. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, നീ അത് തേൻ മാറ്റിയിട്ട് ഉടമ്പടി തേലുമാക്ക്. തല്ലിയ കാര്യം ഞാൻ മൈൻഡ് ചെയ്യില്ല, അത് കർത്താവിന് കാണിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് നീ കർത്താവിന് കാണിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞ്. തേൻ മാറ്റാൻ കർത്താവ് പറഞ്ഞിരിക്കണമെന്ന്. തേൻ ബൈബിളിലുള്ളതല്ല, അത് ആശ്രയിച്ച് കൊടുക്കുന്നതാണ്. ഉടമ്പടി തൈലമാണ്. ഉടമ്പടി തൈലമാക്കാൻ വേണ്ടിയാണ് തല്ലുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഉടമ്പടി തൈലം. ആ 75 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച വിഷയങ്ങളാണത്. ഇതൊക്കെ തുടങ്ങി അതിനുശേഷം ഞങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അത് ബുദ്ധിപരമായിട്ട് ഓരോ സംഭവങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ഇവിടെ കമ്മിറ്റി കൂടി സെനറ്റ് കൂടി തീരുമാനിക്കണമല്ല സംഭവം. ഇവിടെ കോൺഫറൻസ് കൂടിയിട്ട് തീരുമാനിക്കണമല്ല, ചർച്ച ചെയ്ത് തീരുമാനിക്കണമല്ല. ഒറ്റയടിക്ക് വന്ന വെളിപാടുകളാണ്. ആ വെളിപാടുകൾ ഒന്നിൻ്റെ അകത്ത് ബൈബിൾ കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ തല്ലാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതേ പ്രശ്നത്തിന് അതിൻ്റെ കാരണങ്ങളുണ്ട്. അയാളെ തല്ലാനുള്ള കാരണങ്ങൾ. അയാളുടെ തേൻ കച്ചവടം പുറത്ത് നടക്കണുണ്ടായിരുന്നു. അതാണ് സംഭവം. അതിന് പൂട്ടുവീഴുന്ന വിചാരിച്ചിട്ട് പുള്ളിക്കാരെ കാണിച്ചതാണ്. പക്ഷെ നമ്മൾക്ക് വിവേചനമുള്ളതുകൊണ്ടൊക്കെ മനസ്സിലായി അതല്ല പ്രശ്നം. കർത്താവ് സംസാരിക്കണത് തേൻ തന്നെ മാറ്റാൻ പറയണത് കർത്താവ്. ഇതിനൊരു വിവേചനമാണ്. അവൻ്റെ കരുത്തേക്ക് കയറി അവനെതിരെ കൊണ്ടുപോയി ഹലാലാകണം അല്ല പ്രശ്നം. ആ പാഠത്തിൻ്റെ അകത്തൊരു പാഠമുണ്ട്. അതറിയണമെങ്കിൽ ഒരു ജ്ഞാനവരം വേണം. ഉടമ്പടി നിശബ്ദതയുടെ പ്രാർത്ഥനയാണ്. ഉണ്ടായിട്ടുള്ളതിന് അവൻ മൂലമാണ്.
അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ എഴുതപ്പെടുന്നത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. എൻ്റെ പേര് ദിവ്യ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ മോൻ അലൻ. എനിക്കിവിടെ ഉടമ്പടി എടുത്ത ശേഷം കിട്ടിയ ബ്ലെസ്സിങ്സിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ആദ്യം ഉടമ്പടി കാശുരൂപ എൻ്റെ കയ്യിൽ കിട്ടുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ നിന്നാണ്. അത് കഴിഞ്ഞാണ് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. ഈ സാക്ഷ്യങ്ങൾ കണ്ട് എനിക്ക് വിശ്വാസം കൂടി. പക്ഷേ ഉടമ്പടി എടുക്കാൻ മാത്രം ഞാൻ ഡിലേ ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഉടമ്പടിയിലെ നിയമങ്ങളൊക്കെ പാലിക്കാനുള്ള ബുദ്ധിമുട്ടും എനിക്ക് പാലിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ April 3, 2023 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ച 6 നിയോഗങ്ങളും ആ 3 മാസത്തിനുള്ളിൽ തന്നെ സാധിച്ചു കിട്ടി. അത് സാധിച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫാമിലിക്കൊക്കെ വിശ്വാസം കൂടി. അത് എൻ്റെ ഫാദറിൻ്റെ ഒരു കേസിനെ പറ്റിയാണ്. 16 വർഷമായിട്ട് ഒരു തീരുമാനമാകാതിരുന്ന കേസാണ് ഇവിടെ തീർത്ഥാടന ഉടമ്പടിയിൽ വെച്ച് ഒരു മാതാവിൻ്റെ മധ്യസ്ഥത മൂലം ഡിസിഷനായി കിട്ടിയത്. എൻ്റെ ഫാദർ അസിസ്റ്റൻറ്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്ന പോസ്റ്റിൽ നിന്ന് 2005 റിട്ടയർ ചെയ്ത ആളാണ്. 34 ഇയേഴ്സ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് 26 ഇയേഴ്സ് ബാക്ക്, അതായത് 1997 to 2000 കാലയളവിൽ കേരളത്തിലെ ഒരു ജില്ലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി പ്ലാന്റേഷൻ നിർമ്മിക്കുന്ന ഉത്തരവാദിത്വം ഫാദറിനും കൂടെയുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ളൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ആ വ്യക്തി ഇവർക്കെതിരെ കുറേ പരാതികളും ഇവർ ചെയ്യുന്ന വർക്കിനെ പറ്റിയൊക്കെ പരാതികൾ കൊടുക്കാൻ തുടങ്ങി. ഈ പരാതിയുടെ ബേസിസിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സീനിയർ ഒഫീഷ്യൽസും ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വിജിലൻസൊക്കെ പല പ്രാവശ്യം ഈ സ്ഥലം പരിശോധിച്ച് തൃപ്തിപ്പെട്ടു പോയതാണ്. പിന്നീട് ഈ സെയിം പേഴ്സൺ തന്നെ ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തു. അപ്പോൾ ഹൈക്കോടതി നിയമിച്ച കമ്മീഷൻ പിന്നെയും ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഗുഡ് റിപ്പോർട്ട് നൽകിപ്പോയി. പിന്നെയും ഇത് വിജിലൻസ് കോടതിയിലെത്തിയെങ്കിലും കേസ് 2008 കേസ് ഷീറ്റ് സബ്മിറ്റെങ്കിലും ആ ഒരു കേസിന് തീരുമാനം എടുക്കാനായിട്ട് 2023 വരെ കോടതിക്ക് സാധിച്ചിട്ടില്ല. അതിങ്ങനെ കേസ് നീട്ടി വെച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 16 വർഷമായിട്ട് ഈ കേസിൽ ഉള്ള ആൾക്കാർക്കൊക്കെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും ഫുൾ പെൻഷനും ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഉടമ്പടിയിൽ അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ കേട്ടിട്ടുണ്ട് അസാധ്യ കാര്യങ്ങൾ നിങ്ങൾ വെക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫാദറിൻ്റെ കേസ് ഞാൻ ഉടമ്പടിയിൽ വെക്കുന്നത്. എൻ്റെ പേരൻസിനും പ്രതീക്ഷീകരണ പ്രാർത്ഥനയുടെയൊക്കെ പ്രിൻ്റ് ഔട്ട് ഇട്ട് അവരും പ്രാർത്ഥന തുടങ്ങി. ഓൺലൈൻ ഉടമ്പടി എടുത്ത് തന്നെ കാര്യങ്ങൾ സാധിച്ചപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ഒരു കേസിലൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബ്രദേഴ്സിനൊക്കെ വിളിച്ച് പറഞ്ഞു, ഒന്നുകിൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം ഇതിനുള്ളിൽ സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോളാൻ. അങ്ങനെ ആദ്യത്തെ 3 മാസം അങ്ങനെ ഉടമ്പടി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോയി. രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പം ഈ കേസിൽ ശരിക്കും ഒരു അത്ഭുതകരമായ മാറ്റം സംഭവിച്ചു. അതായത് മാതാവ് ഒരു വഴി തുറന്നു എന്ന് പറയാം. എൻ്റെ ഫാദറിൻ്റെ സീനിയർ ഓഫീസർ പെട്ടെന്ന് ഹൈക്കോടതിനെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ കേസ് സ്ക്വാഷ് ചെയ്യുകയും ഡിസ്ചാർജ് ഓർഡർ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. ഈ കേസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഫാദറും കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ കേസിന് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കുകയും ചെയ്തു. ആ കേസ് വന്ന ദിവസമാണ് ഇമ്പോർട്ടൻറ്റ്. കേസിൻ്റെ ഓർഡർ എൻ്റെ ഫാദർ ഈ ഓൺലൈൻ ധ്യാനം കൂടിയ സമയത്ത് ആരാധനയിൽ അച്ഛൻ്റെ ആരാധന കൂടി ഈ നിയോഗം സമർപ്പിച്ച സമയത്താണ് കോടതിയിൽ നിന്ന് വക്കീൽ വിളിച്ചു പറയുന്നത് ഫാദറിൻ്റെ കേസ് ഡിസ്ചാർജ് ആയെന്ന്. ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിച്ച കാര്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം 16 വർഷമായിട്ട് നമ്മുടെ ലീഗൽ ടീം എല്ലാം വേറെ ഒരു ചേഞ്ചും എക്സ്റ്റേണലി വന്നിട്ടില്ല. നമ്മൾ ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിന് കിട്ടിയ രോഗസൗഖ്യമാണ്. ഫ്രണ്ടിൻ്റെ ഫാമിലി 2023 ഒരു ആക്സിഡൻറ്റിൽ പെടുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് കണ്ണിന് സീരിയസ് ഇഞ്ചുറി സംഭവിച്ചു. ആദ്യം കണ്ണിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുള്ള ചെക്കപ്പിലാണ് മനസ്സിലായത് ഐറിസ്, റെറ്റിന, ലെൻസ് എല്ലാം ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ടെന്ന്. 3 സർജറി പല പ്രാവശ്യമായിട്ട് ചെയ്തെങ്കിലും ആ കണ്ണിന് ഒരു കണ്ണിന് പൂർണ്ണമായ കാഴ്ച ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ആ സർജറിയുടെ ഇടയ്ക്കുള്ള സമയമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കാണാനിടയായത്, കണ്ണിൽ സെയിം കേസായിട്ടൊരു സാക്ഷ്യം. ഞാൻ ആ സാക്ഷ്യം ഫ്രണ്ടിന് ആദ്യം അയച്ചു കൊടുക്കാൻ മടിയായിരുന്നു, കാരണം അവൾ നോൺ ക്രിസ്ത്യനാണ്. പിന്നെ അത് അയച്ചു കൊടുത്തു.
ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 2ാമത്തെ ദിവസമാണ് ലാസ്റ്റ് പ്രൊസീജിയർ ഡോക്ടർ കുറേ കോംപ്ലിക്കേഷൻസ് റിസ്ക് ഒക്കെ പറഞ്ഞിരുന്നു. കാരണം കുറേ ഓപ്പറേഷൻ സർജറി ഒരേ കണ്ണി ചെയ്തതുകൊണ്ട് CD കൗണ്ട് കുറവായതുകൊണ്ട് ലാസ്റ്റ് പ്രൊസീജിയർ സക്സസ് ആവുമെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രൊസീജിയർ നടന്ന സമയത്ത് ആ ദിവസം ഇവിടുത്തെ ഉടമ്പടി കാശുരൂപം ഫ്രണ്ടിന് കൊണ്ടുപോയി കൊടുത്തു. ഫ്രണ്ട് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം April 3 എൻ്റെ ഉടമ്പടി എടുത്തത്. April 7 ഉള്ള ചെക്കപ്പിൽ പ്രൊസീജിയർ സക്സസ് ആയെന്നും പയ്യെ കാഴ്ച തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പം പൂർണ്ണ കാഴ്ച തിരിച്ചു കിട്ടി, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം ഈ ഒരു കാര്യം ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചോടെ എൻ്റെ ഫ്രണ്ടിനും വിശ്വാസമായി. അതുകൊണ്ട് തന്നെ 2ാമത് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പോയപ്പം ഫ്രണ്ട് മോന് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അവന് വീസിങ് പ്രോബ്ലം ഉള്ളതാണ്. അപ്പം വീസിങ് പ്രോബ്ലം വന്ന് അവന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കേസ് വരാറുണ്ട്. അപ്പം ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വന്നപ്പം അവൻ്റെ കാര്യം നിയോഗത്തിൽ വെച്ചു. അന്ന് മുതൽ ഇന്ന് വരെ അവന് ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് വീസിങ് പ്രോബ്ലത്തിന് വേണ്ടി പോകേണ്ട കേസ് വന്നിട്ടില്ല. എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ ചികിത്സിച്ച് മാറ്റാവുന്ന രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിക്ക് വേണ്ടി ഈ 2 കാര്യങ്ങളും സാധിച്ചു തന്നതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ രോഗസൗഖ്യമാണ്. 2021 വരെ ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നിരുന്ന ആൾ പെട്ടെന്ന് അങ്ങ് ആക്ടിവിറ്റീസൊക്കെ സ്ലോ ഡൗൺ ആയി. കുക്കിംഗ് ഒക്കെ പയ്യെ മറന്നു, പ്രാർത്ഥനകളൊക്കെ മറന്നു. അങ്ങനെ മമ്മീൻ്റെ ബ്രെയിൻ MRI എടുത്തപ്പം മൈൽഡ് ഡിമെൻഷ്യയുടെ സ്റ്റാർട്ടിംഗ് എന്ന് ഡയഗ്നോസ് ചെയ്തിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ആക്റ്റീവായിട്ടുള്ള ആൾ അങ്ങ് ഇരിപ്പായപ്പം മമ്മിക്ക് ഡിപ്രഷനായി, നിരാശയായി. ഞങ്ങൾ മക്കളൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യങ്ങളും വീഴുമായിരുന്നു. ചെരുപ്പിടാൻ പോലുള്ള കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ഉടമ്പടിയിൽ നിയോഗം വെച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പം മമ്മി വീണ് മമ്മിയുടെ ബോൺ ഫ്രാക്ചറായപ്പം അപ്പോൾ എനിക്ക് വിഷമം വന്നു. കാരണം ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം വീണിട്ടുള്ളത്, അപ്പോൾ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഉടമ്പടി എടുത്തു കഴിഞ്ഞുള്ള 2 ആഴ്ച കഴിഞ്ഞ് വീണപ്പം ബോൺ ഫ്രാക്ചറായി. പക്ഷേ ആ വീഴ്ച നല്ലതിന് വേണ്ടിയായിരുന്നു പിന്നീടാണ് മനസ്സിലായത്. കാരണം ഒരാഴ്ച സർജറി കഴിഞ്ഞു. സർജറിയുടെ സമയത്ത് ഞാനിവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശുരൂപം, ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ മമ്മിക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് 15 ദിവസം റെസ്റ്റ് കഴിഞ്ഞ് മമ്മി ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. പിന്നെ പയ്യെ ബാക്കിയുള്ള വിഷമങ്ങളൊക്കെ മാറി തുടങ്ങി. ഇപ്പം 100% പണ്ടത്തെ പോലെ ആയില്ലെങ്കിലും ഒരു 80% ഓക്കെ ആയിട്ട് വീട്ടിലൊരു ആളെയൊക്കെ വെച്ച് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. മമ്മിക്ക് എനിക്ക് സാഹചര്യം കിട്ടുമ്പോഴൊക്കെ മമ്മിക്ക് തൈലം പരട്ടി കൊടുക്കാറുണ്ട്, ഉപ്പ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗം മൂലമാണ് മമ്മി സുഖപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്ത് പിന്നത്തെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ ലോയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ന്യൂറോ റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ടായിരുന്നു. ബോഡി മൊത്തം ബേണിംഗ് സെൻസേഷൻ ആയിരുന്നു. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പേർ റിക്വസ്റ്റ് ഇട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സിന് എന്താണെന്ന് റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ ഡോക്ടേഴ്സിന് ഇൻവെസ്റ്റിഗേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പപ്പ ഡിസ്ചാർജായി. അങ്ങനെ ഉടമ്പടി എടുത്ത ആദ്യത്തെ 1 മാസം കുറച്ച് പരീക്ഷണങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നല്ലതിനായി തീർന്നു. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ മോൻ്റെ കാര്യമാണ്. അവൻ്റെ പരീക്ഷ ബോർഡ് എക്സാം CBSE 12ലെ ഭയങ്കര പാടായിരുന്നു. ആ ഒരു ട്രിഗറിലാണ് ഞാൻ പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അവൻ്റെ കാര്യം അവൻ തന്നെ പറയും. Hello everyone, my name is Alan and I just completed my first year in engineering. So I heard about Kripasanam from my mother and I want to talk about my experience related to that. So in 12th grade, I was an easygoing student. I really had no idea what to do in the future. I only used to study because my parents and my teachers used to pressure me to study. So I had applied into various engineering colleges in India and abroad. And to get into universities abroad, your minimum criteria to clear is 90+ in boards, in board exams in class 10 and class 12. And also for Indian colleges, you need to clear the entrance exams. So during my 12th grade board exams, I used to carry Kripasanam Kasharupam with me. And even though I carry that, my exams were very tough and I had lost confidence that I would clear 90+ in boards. So because of that, my mother took the online covenant and her first intention was that I should get 90+ in boards. And during that time, I asked her, what's the use of
writing this because my exams are already over and I had no hope that I would get 90 plus. But when the results came, to my surprise and to my parents' surprise, I got 90 plus in boards. So thank you, Mother Mary, for this blessing, and thank you, Lord Jesus Christ. And the second intention that my mother wrote was that I needed to get into a good university either in India or abroad. So I had already got into a couple of universities in India, and one of them was VIT Vellore. Since VIT was closest to my home in Bangalore, we decided to join there. But my father was not 100% happy with the course I got there. So we inquired at VIT, and then we found out that after joining, our course could be changed. So my mother and father got up every day, 5:30 in the morning, doing the light a candle prayer. And I used to see them do this, so I also felt guilty conscious, and I also started doing the same. So July 2nd, 2023, my mother's online covenant was going to get over. So just 1 week before that, I got an offer from a university called NTU, Nanyang Technological University, which is in Singapore, which is one of the top 15 universities in the world. So we were so shocked after getting this offer, and we were in such a confusion whether should I continue my studies in India or go abroad. Because because we go abroad, naturally your expenses will increase. So my mother took the offer letter from VIT and from NTU and came to Kripasanam to meet Father Joseph, but she couldn't meet him. So she decided, so she was praying in front of Madhava, that's what she did. And then in the next online Dhyanam, we heard Father Joseph saying that it is okay to spend a little more money in things like education. So we got the answer to our prayers, and then we decided to go ahead with it. After going to Singapore and after seeing the college and meeting the people there, I realized that this is definitely a blessing and an opportunity that was given by Mother Mary, and all thanks to my mom's prayers. And so so thank you, Jesus, and thank you, Mother Mary. So another thing I want to talk about is about my grandfather. He suffered from severe psoriasis. Suddenly suffered from severe psoriasis, and then he had a burning. His skin was peeling from all over the body. So to the point that he had to get admitted into hospital. And so we submitted a light up candle prayer request, and we started praying, and we also put a date. And within that date, my grandfather's condition reduced, and he was discharged from the hospital. So another thing I wanted to, so thank you, Mother Mary, and thank you, Jesus, for this blessing. Another thing I wanted to say is that whenever my mother used to go to old age homes, or when she used to go and visit orphanages, I used to accompany her, and I also used to give food parcels to the needy. So I'll give my mic to my mom. So I also do the Pratiksharam Prarthana, and then I also read the Bible every day, and always attend my family prayers and all. And I also, before 12th grade, I never used to believe, like my belief was not very strong in God. But ever since my mother took online Udambadi, and after all these great blessings I've received from Mother Mary, that's when I realized, that's when my faith increased in God and in Mother Mary. So thank you. And I'll give. ഇനി എനിക്ക് പറയാനുള്ളത് ലൈറ്റ് ക്യാൻഡിൽ പെയർ റിക്വസ്റ്റിനെ കുറിച്ചാണ്. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പെയർ റിക്വസ്റ്റ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാലും വിത്ത് ഡേറ്റ് ആ സമയത്തിനുള്ളിൽ സാധിച്ചിട്ടാറുണ്ട്. പിന്നെ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയത്ത് മാതാവിൻ്റെ രൂപം കാണാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ സീലിങ്ങിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമായിട്ട് കുറച്ച് നേരത്തേക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കണ്ണടച്ചും തുറന്നൊക്കെ നോക്കിയപ്പോഴും അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഇവിടെ സാക്ഷ്യത്തിൽ കേൾക്കുന്ന മാതിരി സ്വപ്നത്തിൽ മാതാവ് വരുന്ന പോലെ എനിക്ക് ഒരു പ്രാവശ്യം അങ്ങനെ സ്വപ്നത്തിൽ മാതാവിനെ കാണാനും സ്വരം കേൾക്കാനും പറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന നേർച്ച വസ്തുവായ പച്ചത്തിരിയും നീലത്തിരി എനിക്ക് ഇപ്പോഴും ആദ്യം തീർന്നു പോകും. അപ്പോൾ 2-3 ദിവസം ഞാൻ പച്ചത്തിരി വെച്ച് കത്തിച്ചു കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഞാൻ സ്വപ്നം കാണുകയാണ്. എന്നെ വീട്ടിലൊരു ഡ്രോ കാണിച്ചു തരികയാണ്. അപ്പം ആ ഡ്രോയ്ക്കകത്ത് ഒരു നീലത്തിരിയും കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു സ്വരവും കേട്ടു, ഒരു ലേഡിയുടെ സൗണ്ടും കേട്ടു. ഇവിടെ പോയി തപ്പു, എന്തിനാണ് രാവിലെ പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഇപ്പം അന്ന് രാവിലെ തന്നെ ഞാൻ എല്ലായിടത്തും വീട് മൊത്തം തപ്പി പച്ചത്തിരി നീലത്തിരി കണ്ടില്ല. പിന്നെ ഓർത്തു ആ സ്വപ്നം റോങ് ആണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വിട്ടു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പം
എൻ്റെ മോൾ എന്തോ സാധനം എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കത്തിക്കാത്ത നീലത്തിരി എടുത്തുകൊണ്ട് വരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അന്ന് ആ സ്വപ്നത്തിൽ മാതാവാണ് എനിക്ക് കാണിച്ചു തന്നത്, ഈ നീലത്തിരി കാണിച്ചു തന്നതെന്നും ഞാൻ കേട്ട സൗണ്ട് മാതാവിൻ്റെ ആണെന്നും ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം എല്ലാ ലോങ് ഡ്രൈവ് പോയി, ചിലപ്പോൾ ഹസ്ബൻഡ് വരാറുണ്ട്, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോകുമ്പം ചില പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് തൈലം പറ്റി കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനം. ഇനി കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ എൻ്റെ അടുത്തുള്ള ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോം എല്ലാം സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് സാധിച്ചു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അത് ഗ്രോസറി ഐറ്റംസ് ആയിരിക്കാം, ചിലപ്പോൾ ഡ്രസ്സായിരിക്കാം, ചിലപ്പോൾ മെഡിസിൻസ് ആയിരിക്കാം, ചിലപ്പം അങ്ങനെ ബുക്സ് ആയിരിക്കാം. അങ്ങനെ എല്ലാ മാസത്തിലും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഈ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഇവിടെ തന്നെ ഉടമ്പടി എടുത്ത ഒരു ഫ്രണ്ട് എപ്പോഴും കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഫുഡ് പാക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകാറുണ്ട്. തീരെ അവശതയെന്ന് തോന്നുന്ന വഴിയിൽ കാണുന്ന ആൾക്കാർക്കാണ് പാക്കറ്റ് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് കാരുണ്യപ്രവർത്തനം. പക്ഷേ ഇതിലും ഏറ്റവും കൂടുതൽ എനിക്കെപ്പോഴും മനസ്സിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഫുഡ് പാക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ കണ്ടുമുട്ടിയുള്ള 2 ആൾക്കാരെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലൊരു അമ്മച്ചീനെ ഞാൻ കാണുന്നത് റോഡരികിൽ പച്ചക്കറി ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം പച്ചക്കറി കഴിച്ചൊഴിക്കുകയായിരുന്നു. ശരിക്കും നടക്കാൻ പാടില്ല, കാലൊക്കെ പൊട്ടി ഒലിക്കുന്നുണ്ടായിരുന്നു, സംസാരിക്കാൻ പാടില്ല. അപ്പം ആ അമ്മച്ചിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും വിഷമമായിരുന്നു. കാരണം എല്ലാ ആഴ്ചയിലും ഒരു നേരം ഫുഡ് കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള സമയത്തൊക്കെ ഫുഡ് കിട്ടുന്നുണ്ടോയെന്ന്. അങ്ങനെ ഒരു ദിവസം ഒരു ഡിവൈഡറിൻ്റെ പിറ്റത്തെ ആഴ്ച ഞങ്ങൾ ഇതുപോലെ പോയപ്പോൾ അമ്മച്ചി ഡിവൈഡറിൻ്റെ അവിടെ ഇരുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഷോക്കായിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു ഒരു ഷെൽട്ടർ ഹോം എവിടെയെങ്കിലും ഒരു സ്ഥാപനം തപ്പണം. അങ്ങനെ കുറേ സ്ഥലങ്ങൾ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് ഞാനിങ്ങനെ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പം ഈ അമ്മച്ചിനെ കാണാൻ പറ്റുകയും അമ്മച്ചിയുടെ ഫോട്ടോ എടുക്കാൻ പറ്റുകയും ചെയ്തു. ഫോട്ടോ ഫ്രണ്ടിന് ഷെയർ ചെയ്തു. ഫ്രണ്ട് കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു കർണാടക ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ലീഫ് ഒരു സ്ഥാപനം അവർ കോണ്ടാക്ട് ചെയ്യുകയും അവർ അന്ന് തന്നെ അമ്മച്ചിനെ കൊണ്ടുപോകാൻ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പം അവർ വരാൻ 4 ദിവസം എടുത്തിരുന്നു, 4 മണിക്കൂർ എടുത്തിരുന്നു. അപ്പോൾ ആ 4 മണിക്കൂർ ഞങ്ങൾ അമ്മച്ചിക്ക് കൂട്ടുനിന്ന് അമ്മച്ചിനെ കയറ്റി വിട്ടു. അവർ കർണാടക ഗവൺമെൻറ്റിൻ്റെ വണ്ടിയിലാണ് വന്നിരുന്നത്, വിത്ത് സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് ഓൾ. ആൻഡ് പിന്നെ ഈ അമ്മച്ചിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് നമ്മൾ ID കാർഡൊക്കെ വെരിഫൈ ചെയ്തെങ്കിലും കൊണ്ടുപോകാൻ ശരിക്കും മനസ്സമാധാനം പോയി. അത് കഴിഞ്ഞ് പിന്നെയാണ് അവർ അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരുന്നെങ്കിലും 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ അമ്മച്ചിനെ കാണാനായിട്ട് പോയി. അവിടെ അമ്മച്ചി നല്ല സുഖമായിട്ടിരിക്കുന്നു, കാലൊക്കെ സുഖപ്പെട്ട്. അമ്മച്ചിക്ക് അവിടുന്ന് പോകണ്ടെന്ന് പറയുന്നത്, കാരണം ആ സ്ഥലം അമ്മച്ചിക്ക് ഇഷ്ടപ്പെടും. അവർക്ക് ഫുഡ്, 3 നേരത്തെ ഫുഡ്, അവരെ നോക്കാൻ ഡോക്ടേഴ്സ്, നേഴ്സ് എല്ലാം ഉണ്ട്. അപ്പം ഈ ഒരു കാര്യം എനിക്കെപ്പോഴും, ഞാനിവിടെ ഉടമ്പടിയിൽ നിന്നില്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് എനിക്ക് ധൈര്യം കിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ പോകുമ്പം ഞങ്ങളുടെ തൊട്ടപ്പുറേ ഒരു 7 കിലോമീറ്റർ അകലെ ഒരു വെയിറ്റിംഗ് ഷെഡ് 7 വർഷമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ പുള്ളിക്കാരൻ എപ്പോഴും ഫുഡ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അടുത്ത ഫുഡിന് വേണ്ടി ഇത് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഞാനിവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രം എനിക്ക് ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങളാണ്.